ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നല്ല മഴയുള്ള സമയത്ത് ജനാലക്കലിരുന്ന് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ കട്ടൻ ചായയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ ശരീരത്തിന് നല്ല ചൂടും ആശ്വാസവും തരുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. മഴ ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ നമ്മുടെ ഈ അടിപൊളി ചായയുടെ റെസിപ്പി നമുക്ക് വേഗത്തിൽ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചായപത്രം എടുക്കാം. അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഗ്ലാസ് ചായയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടും തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുമ്പോഴതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം നമുക്ക് പട്ട ചേർത്തി കൊടുക്കാം. പിന്നെ 2 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്തി കൊടുക്കാൻ. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തി കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളാണ് കേട്ടോ പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തേയിലപ്പൊടി ചേർത്തി കൊടുക്കാം. നല്ല കടുപ്പമുള്ള തേയിലപ്പൊടി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളാണ് ചേർത്തി കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ചായയുടെ കടുപ്പവും ആ ഒരു മണവും പാകത്തിന് കിട്ടാൻ ഈ തിളപ്പിക്കുന്ന സമയം വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കട്ടൻ ചായയിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന ഒന്നാണിത്. പ്രത്യേകിച്ചും ഈ തണുപ്പുള്ള സമയത്ത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകാൻ ഈ ചായ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജലദോഷം, പനി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് ഈ ചായ കുടിച്ചാൽ മതിയേ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചത് കാരണം നമ്മുടെ ചായൻ്റെ കളറും ചെറിയൊരു ഓറഞ്ച് കളറായിട്ട് ഒന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഴ ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ നമ്മുടെ ഈ സ്പെഷ്യൽ കട്ടൻ ചായയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കട്ടൻ ചായയിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന ഒന്നാണിത്. പ്രത്യേകിച്ചും ഈ തണുപ്പുള്ള സമയത്ത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകാൻ ഈ ചായ മാത്രം മതി. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.